സംഹാരമൂർത്തിയുടെ പേരുമിട്ട് ഉറക്കുമ്പോ പോലും സ്വന്തം ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളുടെ അപമാനത്തിന്റെയും കഥ പറഞ്ഞു തന്ന് നിന്നെ വളർത്തിയെടുത്തത് ഇതുപോലെ തോറ്റു തുന്നം പാടി നട്ടല്ലൊടിഞ്ഞു വന്ന് നാണം കെട്ട് മുന്നിൽ നിൽക്കുവാനായിരുന്നോ പരമേശ്വര? അമ്മേ, സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കലർത്തിയ വിഷം കഴിച്ച് പശുക്കൾ ചത്തു കിടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. പിന്നെ എങ്ങനെ അവറ്റകളി രക്ഷപ്പെട്ടു? പറ, അതിന് മറുപടി പറയേണ്ടത് നീ തന്നെയാ. സത്യത്തിൽ അമ്മയോട് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ആ പശു ഫാമിൽ വെച്ച് ബാലൻ നിയന്ത്രണം വിട്ട് കരയുന്നതും അവൻ ചാരുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാൻ പറഞ്ഞു വിടുന്നതും കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നു പശുക്കളെല്ലാം രക്ഷപ്പെട്ടു എന്ന്. എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതിന്റെ ഇടയില്. ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് പരമേശ്വര. ഇത് ഇരട്ടി സന്തോഷമായിട്ടാണ് നീ ബാലചന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തത്. നഷ്ടപ്പെട്ട അവന്റെ ഓമന വളർത്തു മൃഗങ്ങളെ അവന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അത് കൊടുക്കുന്ന ആഹ്ലാദം ഒട്ടും ചെറുതായിരിക്കില്ല. നിനക്കറിയോ, നമ്മളുടെ കൺമുന്നിൽ വെച്ച് ചാരു അത് മധുരം വിളമ്പി ആഘോഷിക്കും. ഈ വീട്ടിൽ ഇനി കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളിലും, ഓരോ മണിക്കൂറിലും, ഓരോ മിനിറ്റിലും, ഓരോ നിമിഷത്തിലും സംഘർഷങ്ങളും പ്രശ്നങ്ങളും കണ്ണീരും മാത്രമേ ഉണ്ടാകാവൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ട് അവർക്ക് ആഹ്ലാദിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുക നീ ഇപ്പൊ ചെയ്തത്. അമ്മയൊന്ന് സമാധാനപ്പെട്. അവന്റെ പശുക്കൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാലന്റെ ഉള്ളിൽ വീണ വലിയൊരു കരട് അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട് ഇപ്പോഴും. ശ്രേയയാണ് പശുക്കൾക്ക് വെള്ളത്തിൽ വിഷം കലർത്തിയത് എന്നതിന്റെ പേരിൽ ബാലൻ അവളുടെ ഓഫീസിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആ തീപ്പൊരി ഞാനും നൂതി പിടിപ്പിക്കാൻ പോവാ. അതിനി ആളിപ്പടരും. ശ്രേയ പടർത്തുന്ന ആ അഗ്നിയിൽ ഈ 1000 പറ വീട് നിന്ന് കത്തും. അമ്മ നോക്കിക്കോ. എന്തു പറ്റി അമ്മാവ? എന്ത് പറ്റിയെന്ന് തന്നെ ഞാനും ആലോചിക്കുന്നത്. പശുക്കൾ ചത്തു കിടക്കുന്നത് ഞാനും കണ്ടതാ. കുറെയെണ്ണം ചാവാറായ പരുവത്തിലുണ്ടായിരുന്നു. ഇവറ്റകളൊക്കെ പിന്നെ എങ്ങനെ എഴുന്നേറ്റ് നിന്നു പറയുന്നത്? അതമ്മാവൻ ചിന്തിച്ചത്രയും മാരക വിഷമായിരിക്കില്ല. ചിലപ്പോ പഴകിയതായിരിക്കും. ആയിക്കോട്ടെ, പഴകിയതാണെങ്കിലും ഈ പശുക്കൾ ആദ്യം എങ്ങനെ ചത്തു? വെറുതെ പറഞ്ഞറിവൊന്നുമല്ലല്ലോ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. നിന്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി എനിക്ക്. നീ പറഞ്ഞിട്ട് കാര്യമില്ല. ബാലന്റെ കരച്ചിൽ കേൾക്കാന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഞാൻ ഒരുപാട് മോഹിപ്പിച്ചതല്ലേ. അറിയാലോ നിനക്ക് മുത്തശ്ശിയെ, പരാജയങ്ങൾ ഇഷ്ടമല്ല, പ്രത്യേകിച്ചും ബാലനോടുള്ള പകയുടെ കാര്യത്തിൽ. നിന്റെ മുത്തശ്ശി വല്ലാത്ത ടെൻഷനില്ല. ആ സംഗതി നമ്മൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. അതിലിനി ഒന്നും ചെയ്യാനില്ല. അടുത്തതെങ്കിലും കൃത്യമായി പ്ലാൻ ചെയ്തു വേണം നടപ്പിലാക്കാൻ. ഇത് മറന്നേക്കെ. അങ്ങനെ മറന്നു കളയേണ്ട കാര്യമില്ല കിരണേ. പശുക്കളെ വിഷം കഴിച്ച സംഭവത്തിൽ ഒരു വലിയ തുടർ സ്ഫോടനത്തിലുള്ള സാധ്യത അവശേഷിക്കുന്നുണ്ട്. ഒരാൾ, അയാളിലേക്ക് നമ്മൾ ഉന്നം വെക്കണം. അതാരാ? ശ്രേയ. ബാലന്റെ ഫാം ഹൗസില് അരവിന്ദും ശ്രേയയും ചെന്നിരുന്നുവെങ്കിലും പശുക്കൾക്ക് ഇങ്ങനെ ഒരു ആപത്തുണ്ടായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ എല്ലാവരുടെയും സംശയത്തിന്റെ കണ്ണുകൾ നീണ്ടത് ശ്രേയ എന്ന ഒറ്റയാളിലേക്കാണ്. ഇനി നമ്മൾ ഇറക്കി കളിക്കാൻ പോകുന്നത് ആ വജ്രായുധത്തെയാണ്. അതിന് എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. അമ്മാവൻ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? പറഞ്ഞുതരാം.
ഇത്രേ ഉള്ളൂ. ശ്രേയ മേഡത്തിന്റെ കാര്യം അമ്മാവൻ എനിക്ക് വിട്ടേ. അമ്മാവൻ ഉദ്ദേശിക്കുന്ന റൂട്ടിലേക്ക് ഞാൻ എത്തിച്ചു തരും.